Cherub's Magic Wand. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റൈലിംഗും ഒപ്പം എൻ്റെ ഫേവറേറ്റ് തന്തൂരി മോമോസും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇത് കണ്ടോ, ഈ ബോട്ടിൽ ആർട്ട് ഞാൻ എൻ്റെ ഫ്രണ്ട് ലക്ഷ്മിയുടെ ചാനലിൽ നിന്ന് നോക്കി ഉണ്ടാക്കിയതാണ്. ഇതുപോലത്തെ ബോട്ടിൽ ആർട്സും ക്രാഫ്റ്റും മിനിയേച്ചേഴ്സും ഒക്കെ കാണാൻ വേണ്ടി അവളുടെ ചാനൽ പുന്നാരാസ് വേൾഡ് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ചാനലിൻ്റെ ലിങ്ക് ഞാൻ താഴത്തെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ കത്തി മൂർച്ച കൂട്ടുന്ന സ്റ്റോൺ ഇല്ലെങ്കിൽ സെറാമിക് മഗ്ഗിന്റെ പോളിഷ് ചെയ്യാത്ത ഭാഗം ഉപയോഗിച്ച് ഈസിയായി മൂർച്ച കൂട്ടാം. വളരെ സിമ്പിളായി ഒരു ടീഷർട്ടും ജീൻസും എങ്ങനെയൊക്കെ സ്റ്റൈൽ ചെയ്തെടുക്കാമെന്നാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം ഞാനിവിടെ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദ, ഉപ്പ്, വെള്ളം. ഇത് വെച്ച് നമുക്ക് മോമോസ് ഉണ്ടാക്കാനുള്ള മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായി ആദ്യം ഒരു ബൗൾ എടുത്ത് അതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ചേർത്ത് അധികം സോഫ്റ്റ് അല്ലാത്ത ഒരു മാവ് തയ്യാറാക്കിയെടുക്കാം. ഇപ്പോൾ നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 20 മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ നേരം കൊണ്ട് ഇതിനുള്ള ഫില്ലിംഗ് റെഡിയാക്കാം. അതിനായി നമുക്ക് ആവശ്യമുള്ളത്, ഇപ്പം ഞാനിവിടെ 1.5 കപ്പ് ബോൺലെസ് ചിക്കനാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു വലിയ സവോള, സോയാ സോസ്, ഉപ്പ്, പെപ്പർ പൗഡർ. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ബ്ലെൻഡറിലേക്ക് ഇട്ട് കൊടുത്ത് ഇത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം. ഇപ്പം ഞാൻ ചിക്കൻ നന്നായി ഇവിടെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചെറുതായി കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള, മല്ലിയില. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം. പിന്നെ പെപ്പർ പൗഡർ നമ്മുടെ എരിവിനനുസരിച്ച്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിംഗ് റെഡി. ഇനി നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം. എന്നിട്ട് തന്തൂരി മസാല റെഡിയാക്കാം. അതിനായി ആദ്യം തന്നെ ഒരു ബൗളെടുത്ത് അതിലേക്ക് 1/2 കപ്പ് കടലമാവ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വീതം ഗരം മസാല, കസൂരി മേത്തി, കാശ്മീരി ചില്ലി, ചാട്ട് മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും നാരങ്ങ നീരും ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് നമ്മുടെ തന്തൂരി ബാറ്റർ റെഡിയാക്കാം. ഇതിലേക്ക് ബാക്കിയുള്ള മല്ലിയില കൂടെ ചേർത്തതിന് ശേഷം 2 ടേബിൾ സ്പൂൺ ഓയിൽ ചൂടാക്കി ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മുടെ ബാറ്റർ ഒന്ന് മാറ്റി വെച്ച് നമുക്കിനി മോമോസ് റെഡിയാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതിൽ നിന്നും ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുത്ത് അതൊന്ന് നന്നായി പരത്തിയെടുക്കണം. പരത്തിയെടുത്ത മാവിൻ്റെ നടുവിലേക്കായി നമുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്ത് ഇതുപോലെ ഞൊറിഞ്ഞെടുത്ത് മോമോസ് ഷേപ്പാക്കി എടുക്കാം. ബാക്കിയുള്ള മാവും ചെയ്തെടുക്കാം.
ഞാനിപ്പോൾ ഇവിടെ സ്റ്റീം ചെയ്യുന്നതിന് പകരം ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. സ്റ്റീം ചെയ്ത മോമോസ് നമുക്ക് ഗ്രിൽ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഞാനിവിടെ ഫ്രൈ ചെയ്യാനാണ് പോകുന്നത്. അതിനായി ഞാനിവിടെ ചൂടുള്ള എണ്ണയിലേക്ക് മോമോസ് ഇട്ട് കൊടുത്ത് അധികം മൊരിയാതെ പൊരിച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റാം. എണ്ണയിൽ നിന്നും മാറ്റിക്കഴിഞ്ഞാൽ നമുക്കിതൊന്ന് ചൂടാറിയതിന് ശേഷം നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള തന്തൂരി മസാലയിൽ ഒന്ന് കോട്ട് ചെയ്തെടുക്കണം. ഫ്രൈ ചെയ്ത മോമോസ് എല്ലാം ഞാൻ തന്തൂരി ബാറ്ററിൽ കോട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു സ്മോക്കി ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പീസ് ചാർക്കോൾ ഒന്ന് ചൂടാക്കി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്ത് ഒരു 10 മിനിറ്റ് ഇതൊന്ന് മൂടി വെക്കണം. ഇത് സ്റ്റൗ ടോപ്പിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഒരു ഗ്രില്ലുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ഗ്രില്ല് നമുക്ക് ആദ്യം സ്റ്റൗ ടോപ്പിൽ വെച്ച് കൊടുക്കാം. ചൂട് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു കമ്പിയിൽ ഈ മോമോസ് കോർത്താണ് ഗ്രിൽ ചെയ്യാൻ പോകുന്നത്. പിന്നെ നമുക്കിതിനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് സവോളയും ക്യാപ്സിക്കവും ഉണ്ടെങ്കിൽ നന്നായിരിക്കും. നമുക്കിനി മോമോസ് ഓരോന്നായി ഈ കമ്പിയിലേക്ക് കോർത്ത് കൊടുക്കാം. അതിനിടയ്ക്ക് നമുക്ക് ഓരോ പീസ് സവോളയും ക്യാപ്സിക്കും കൂടെ വെച്ച് കൊടുത്ത് ഗ്രിൽ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഇങ്ങനെ സ്റ്റൗവിന് മുകളിൽ പിടിച്ചാണ് ഇത് ഗ്രിൽ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ചൂട് എല്ലാ ഭാഗത്തേക്കും കിട്ടാനായി നമ്മളിത് ഇടയ്ക്കൊന്ന് ഇങ്ങനെ തിരിച്ചു കൊടുക്കണം. അങ്ങനെ നമ്മുടെ തന്തൂരി മോമോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീർച്ചയായും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണം. ഒരിക്കൽ കഴിച്ചാൽ ഇത് പിന്നെയും കഴിക്കാൻ തോന്നുന്നുള്ള കാര്യം ഉറപ്പാണ്. ഇത് സെർവ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് നാരങ്ങ നീര് കൂടെ ചേർത്ത് ഷെസ്വാൻ സോസോ ഹോട്ട് സോസോ മുക്കി കഴിച്ചാൽ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മറ്റൊരു ഡിഷുമായി.